ഹായ് ഓൾ, ഡേ 2 ഓഫ് മൈ ട്രാൻസ്ഫോർമേഷൻ ജേർണി. ചിലരൊക്കെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നവർ ഇനിയും തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങും. ഇന്നത്തെ എൻ്റെ വെയിറ്റ് 66.7, ഇന്നലത്തേനേക്കാൾ 600 ഗ്രാം കുറവാണ്. എല്ലാ ദിവസവും വെയിറ്റ് നോക്കാൻ ഞാൻ സാധാരണ സജസ്റ്റ് ചെയ്യാറില്ല. കാരണം വെയിറ്റ് ലോസ് എന്നത് മാത്സ് അല്ല, ബയോളജിയാണ്. പ്രത്യേകിച്ച് ലേഡീസിൽ ഹോർമോൺ ഇംബാലൻസ്, വാട്ടർ റിറ്റൻഷൻ, പീരിയഡ്സ് തുടങ്ങിയ കാരണങ്ങൾ ദിവസവും വെയിറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. ചില ദിവസം വെയിറ്റ് കൂടിയതായിട്ട് കണ്ട് ഡീമോട്ടിവേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അതിനാൽ വീക്കിലി വൺസ് വെയിറ്റ് നോക്കുന്നത് തന്നെയാണ് നല്ലത്. ഇന്നത്തെ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് അയമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളവും ഇന്നലെ കുതിർത്ത് വെച്ച ബദാമും വാൾനട്ടുമാണ്. അയമോദകം ഇട്ട് വെള്ളത്തിന് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഗ്യാസ് സംബന്ധമായ അസ്വസ്ഥതകൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. ഇനി ഡയറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഡയറ്റിംഗ് എന്ന വാക്കിനെ കുറിച്ച് പലർക്കും പല തെറ്റിദ്ധാരണകളാണ്. ഡയറ്റ് എന്നത് പട്ടിണി കിടക്കുകയോ സാലഡ് മാത്രം കഴിച്ച് ജീവിക്കുകയോ അല്ല. ഡയറ്റ് എന്നത് ശരിയായ സമയത്ത് ശരിയായ അളവിൽ പോഷക സമൃദ്ധമായ ആഹാരം ശരീരത്തിന് ആവശ്യമായത് മാത്രം കഴിക്കുന്നതാണ് ഡയറ്റ് എന്ന് പറയുന്നത്. ഒരാഴ്ചയ്ക്കോ ഒരു മാസത്തിനോ മാത്രം ചെയ്യുന്ന ഒന്നാകരുത് ഡയറ്റ്. ജീവിതകാലം മുഴുവൻ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം. അത് നിങ്ങൾക്കും ഫാമിലിക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നിർത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഫുഡിൽ ഓവറായിട്ട് റെസ്ട്രിക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അധികം നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. മറ്റൊരു പ്രധാന കാര്യം, അനാവശ്യമായി എല്ലാവരോടും ഞാൻ ഡയറ്റിലാണ് അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങി എന്നൊന്നും പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഡീമോട്ടിവേറ്റ് ചെയ്യാനാണ് സാധ്യത. നിനക്കിപ്പോൾ ഉള്ളതല്ലേ നല്ലത്, എന്തിനാ വണ്ണം കുറയ്ക്കുന്നത്, ഷുഗർ ആണോ, സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും പല കമന്റ്സും കേൾക്കേണ്ടി വരും. അതെല്ലാം ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നെഗറ്റീവ് കമന്റ്സുകളും ഒക്കെ ഇഗ്നോർ ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റായി എടുത്തത് 2 ദോശയും ഓംലെറ്റും സാമ്പാറും ചട്നിയാണ്. മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഞാൻ എടുത്തത് ഒരു ആപ്പിളാണ്. ലഞ്ചായിട്ട് ചോറും കറിയും തന്നെയാണ് എടുത്തത്. ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ ഒരു പഴവും മിക്സഡ് നട്ട്സും മധുരമില്ലാത്തൊരു കോഫിയാണ് എടുത്തത്. ഇന്ന് 30 മിനിറ്റ്സ് കാർഡിയോ വർക്കൗട്ട് ചെയ്തു. 10,000 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ ഡിന്നർ കുക്കുംബറും പുഴുങ്ങിയ കടലയുമാണ്. ഇതുപോലുള്ള ഡിന്നർ ഓപ്ഷൻ നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്, പ്രത്യേകിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് വീട്ടിലെത്തുന്നവർക്ക്. വെള്ളക്കടല, കറുത്ത കടല, മുതിര, ചെറുപയർ, വൻപയർ ഇതൊക്കെ ഒരു 6 to 8 hours കുതിർത്ത് വെച്ച ശേഷം, മുളപ്പിച്ചതാണെങ്കിൽ ഒന്നുകൂടെ ഗുണകരമാണ്. അതിനുശേഷം ഉപ്പ്, വെളുത്തുള്ളി ഇതൊക്കെ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ ചേർത്ത് വേവിക്കുക. അധികം കുഴഞ്ഞു പോകാതെ സൂക്ഷിക്കുക. ആവശ്യമുള്ളപ്പോൾ ഇത് കുറച്ചെടുത്ത് ഒരു പാനിൽ 1-2 സ്പൂൺ എണ്ണ ഒഴിച്ച് സോട്ട് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് നല്ലൊരു ഡിന്നർ ഓപ്ഷനാണ്. ഹെൽത്തിയാണ്, ലൈറ്റാണ്, ഫില്ലിംഗ് ആണ്. ഇതുപോലെയുള്ള ട്രാൻസ്ഫോർമേഷൻ അപ്ഡേറ്റ്സ്, ഡയറ്റ് ടിപ്സ് എന്നിവയ്ക്കായി ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.